ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു മൈ മന്ത്ലി വ്ളോഗ്. ഇപ്പൊ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞ പരിപാടി വർക്കിന് പോകുന്നതുകൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് മന്ത്ലി വ്ളോഗ്. അപ്പൊ ഈ ഒരു മാസം ഓണവും പരിപാടികളൊക്കെ ആയതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷനും ആഘോഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൂട്ടത്തില് വർക്ക് ഒഴിച്ചുള്ള ബാക്കി ലൈഫിലേക്ക് ഉണ്ടാവുന്ന കുറച്ച് കുട്ടി കുട്ടി സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. സത്യത്തിൽ മൺഡേ ആണ്. ഇതാണെങ്കിൽ ഞാൻ മാത്രം ട്രെയിൻ ബസ്സിലുള്ളൂ. ഇത് ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ മുകളിലത്തെ ഡെക്കിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബസ്. നോർമലി പറയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പീക്ക് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ഡെസ്റ്റിനേഷൻ. ഞാനിപ്പോൾ പോകുന്നത് അധികം എന്താ പറയുക, ഈ ഒരു റൂട്ടിൽ അങ്ങനെ തിരക്കുണ്ടാവാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ജസ്റ്റ് നമ്മുടെ ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു പ്ലാൻ മാത്രമേ ഉള്ളത്. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഇത്രയും വിശാലമായിട്ട് സമാധാനമായി ഇരുന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു ഉച്ചയാണ്. അപ്പോൾ നട്ടുച്ച സമയമായിട്ടും മൺഡേ ആണിന്ന്. അപ്പോൾ തിങ്കളാഴ്ച അതിൻ്റെ ഒരു തിരക്കുറവാണ്. എല്ലാവരും പണിയെടുക്കാനുള്ള ഒരു തിരക്കിലായിരിക്കും. നമുക്ക് നോക്കായിരുന്നു, ഒരു രക്ഷപ്പെട്ടു. Please take your belongings with you. നമ്മളിപ്പോൾ നമ്മളാദ്യം മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഹെർബൽ ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ തുളസി അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ റോസ്മേരിയാണ് വാങ്ങിച്ചേക്കുന്നത്. എന്നിട്ട് പിന്നെ നേരെ കൂട്ടുകാരുടെ അടുത്ത് പോയി. അവിടെ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ചങ്കിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആള് വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ കൂടെ പോയി. ആ ഒരു അടിപൊളി മൊമെന്റിന്റെ കൂടെ ഭാഗമാവാൻ പറ്റി. റെഡിയല്ലേ? ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യും. ഫസൽ റഹ്മാൻ താൽശ്ശേരി ആദ്യത്തെ അവൻ്റെ പെട്രോൾ അടിക്കാനാണ് കുറച്ച് ഞങ്ങൾ കാറൊക്കെ എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് പെട്രോൾ എയർ ഫില്ല് ചെയ്യാനായിട്ട് ഒരാളിങ്ങനെ പോയി നടക്കുക. ഓടുന്നത് ഈ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ ഓണപ്പരിപാടികളും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രിപ്പറേഷൻ അടിച്ച് തകൃതിയായി ഓടിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എണ്ണീറ്റിട്ട് പ്രാക്ടീസ്ഡ് പോലാണ് ഇപ്പോൾ റുട്ടീൻ. ഞങ്ങളിപ്പോൾ ഓണ പരിപാടിയുടെ പ്രാക്ടീസ് വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ തീറ്റ, കുടി, പിള്ളേരുകളി, പാട്ടുപാടൽ, കഥാപ്രസംഗം, എക്സ്ട്രാ ആക്ടിവിറ്റീസ് അതർ ദാൻ ഡാൻസ്. അതെ, ഡാൻസ് ഞങ്ങൾക്ക് ഒന്നിലും ഒതുങ്ങാൻ പറ്റില്ല അല്ലേ? അതെ, ഡാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരും കാലത്ത് 10 മണിക്ക് എല്ലാവരും ബാഗൊക്കെ ഇട്ടിട്ട് വരും. ഫുഡ്, ഡ്രിങ്ക്സ്, കൂട്ടുകച്ചവടം, അതിലേക്ക് കൂട്ടോ തിന്നാൻ കൊണ്ടുവന്നു. ഞാൻ നോക്കുമ്പോ സ്റ്റെപ്പും അത് കഴിഞ്ഞ് മറ്റേത് ഫസ്റ്റ് മറ്റേ ഇത് വരുമല്ലോ, ഇത് വരുമ്പോ തന്നെ ഒരു 4 പേര് ഇവിടെ കളിക്കാം. നമ്മളെല്ലാരും ഒരുമിച്ച് ഇങ്ങനെ മറ്റേ സാധനത്തിൽ ആ ഒരു ബീറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത്രയും പോരെ. നമുക്ക് അടുത്ത പന്തിക ചേച്ചി ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ഒരു കണക്ഷൻ വരുന്നില്ല. കടുകുകൾ
നമ്മള് പാട്ട് പാടാൻ പോകും. എന്താ പാട്ട്? പാട്ടുകാർ പാടാം. ഇനി ഞാൻ മുട്ടൂത്തില്ല കേട്ടാ, മുട്ട ഓൾറെഡി പൊട്ടിയിട്ട് അത് വീണത് ഒരു ദിവസം എന്റെ ബർത്ത്ഡേ ഇതൊരു 500 ആ ഇത് ഉപകാരം എനിക്ക് ഉപകാരമുണ്ട്. ബാൻഡ് ചേച്ചിയുടെ സ്വന്തം ദോശ. ഇതൊക്കെ നമ്മള് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വരും ചേച്ചി. കഷ്ടപ്പെട്ട് ടീച്ചർ ജി, കൊറിയോഗ്രാഫർ ആൻഡ് ഓർഗനൈസർ ആൻഡ് മ്യൂസിക് ഫ്യൂസർ, ഓൾ ഇൻ ഓൾ നമ്പർ 1 പാചകശാല നേതാവ് മിസ് ബെനഡിറ്റ്, സപ്പോർട്ടർ കുടുംബശ്രീ അംഗം, നമസ്കാരം, ചൈൽഡ് ആൻഡ് ചൈൽഡ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ്. ഭഗവതിക്കും മംഗല്യ പൂജ
ഇല്ലല്ലോ എനിക്ക് പേടിയാണ് ബ്രിട്ടീഷാണല്ലേ നമ്മളൊക്കെ നാളെ ഇത് 2 മീനുണ്ട്. ഏതൊക്കെ മീനാ പറ? ഏതൊക്കെ മീനാ? കൊഴുവ ആൻഡ് മാന്തൾ. നെത്തോലി. നെത്തോലി കൊഴുവ. തൃശ്ശൂര്. ആക്ച്വലി ഞാൻ തൃശ്ശൂരാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജന്മം കൊണ്ട് നിലമ്പൂര്. എന്റെ വീട് ചേച്ചി കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും തൃശ്ശൂരാണ്. അത് ഒരു ഇച്ചിരി ഇട കൊടുക്കി കൊച്ചിന് സ്ഥലം കാണുന്നില്ല. അത് അച്ചാർ എടുത്തോ? ഞാൻ ഏതാണ്ട് ദോശയിൽ കയറിച്ച പതേക്കും ഡിലിപ്പൊടിയല്ല. തേങ്ങ പേരെന്നാ കോക്കനട്ട് ഓയിൽ. ഒരു കുണ്ടി ഉണ്ടിട്ടല്ലേ ആദ്യത്തെ കൊച്ചിന് മൂത്തയാക്കോ അത് വേണം. രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയത് അവര്. ചേച്ചി പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കും. പിള്ളേരുണ്ട് കഴിക്കില്ലല്ലോ. ഒരു പിടി എടുത്തിട്ട് പൊക്കോ. പോവാ. നമ്മുടെ ചേച്ചി നമ്മളെ വീട് പറയാണ്. എന്താണ് ഞാൻ പോകുന്ന വഴി പ്രത്യേക സാഹചര്യത്തിലും സാങ്കേതിക തകരാറുകൾ മൂലം അച്ഛനും പേര് എടുത്ത് പറയുക. അച്ഛനും അഷ്റഫ് ഹോം ഫീൽ അല്ലേ? നിങ്ങളൊക്കെ ചട്ടിക്കുട്ടി കുട്ടിയും ചട്ടിക്കുള്ളവരല്ലേ? നിങ്ങൾക്കല്ലേ ഓള്. ചേച്ചി എന്താ കറി വീട്ടില്? അപ്പം അല്ല അപ്പോ മുട്ടക്കറി അപ്പവും നമ്മള് ബിരിയാണി വെക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ബിരിയാണി. ചായ അടിപൊളി. സൂപ്പർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചായ. കുറച്ചിരി മധുരം തോന്നി. ഞാൻ നോക്കുന്നത് എന്നെ നല്ലല്ലോ. പിന്നെ ഞാൻ കുടിച്ചു. ഡാൻസ് കളിക്കാം എന്നിട്ട് പോവാം. സമ്മറിൽ ഇവിടെ ഇപ്പോൾ ദിവസം ഭയങ്കര നീണ്ടതായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമുള്ള പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര സണ്ണി ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇവിടെ കണ്ടോ ആൾക്കാർ വെള്ളത്തിൽ വാട്ടർ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുക. ഗൈസ് നമ്മൾ ഫസലിന്റെ വണ്ടിയിൽ സ്വന്തം വണ്ടിയിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കിടക്കണു ഗായ്സ്. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കിടക്കണം. ഒരു മിനിറ്റ് ആയി വീഡിയോ തീരുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് ബീങ് എ വണ്ടി ഓർഡിനർ. സത്യം പറയുമ്പോൾ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഒരു ഓഫ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കാനും തമാശ പറയാനും ചിരിക്കാനും എന്താ പറയുക ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറയാനും ആയിട്ടുള്ള ഒരു സ്പേസ് വേറെ ഇപ്പം ഇല്ല. മൂന്നും ഒരേ ടൂണാ വരുന്നത്.
സ്റ്റാർട്ടിങ് കൊള്ളാം. സ്റ്റാർട്ടിങ് നല്ലതാ. ചിലരൊന്നും മസാല ഇത് ഒന്നും കൂടി പെർഫെക്റ്റ് ആണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ് സ്ഥിരം പരിപാടി. അപ്പം അങ്ങനെ ഐക്കയിൽ പോയി അവിടെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെടിയാണ്. ഇവിടെ കിട്ടാൻ പാടൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് പിന്നാട്ടെന്ന് മാറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പം എൻ്റെ ഭാഗ്യത്തിന് നമുക്ക് നല്ലൊരു ഓഫറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് അത് തൂക്കി. പക്ഷെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ വീട്ടിൽ എത്തിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരുന്നു. പക്ഷെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ അത് കൊണ്ടുവരുന്നത് കുറച്ചൊരു എന്താ പറയുക ഒളിപ്പില്ലായ്മയുടെ അങ്ങേറ്റം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും ഈ അമ്മമാരൊക്കെ നോക്കിയൊരു ചിരിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിവേ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ആവേശത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറെ പച്ചമഞ്ഞൾ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. എനിവേ മായം ചേരാത്ത മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ അരച്ചിട്ട് ചേർക്കാം അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഇത്രയും സാധനങ്ങൾ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എത്ര നാൾ ഇരിക്കാനോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അരച്ച് ഐസ് ക്യൂബ്സ് ആക്കി ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം മാസങ്ങൾ എനിക്ക് ഇതൊന്നും വാങ്ങണ്ട. അപ്പം അങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടാണ് ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഈ ട്രെയിൻ ഡിലേ ആവും, അല്ലെങ്കിൽ ട്രെയിൻ ക്യാൻസൽ ആവും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും വേറെ വള്ളി കിട്ടും. ഒരിക്കലും എനിക്ക് സമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ പറ്റാ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമാധാനമായി ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ വിളി വന്നു. കളി അറിയുന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഉണ്ട്.
ഫസനെ ബോളിട്ട് എന്ത് ആ എന്റെ എത്ര തോനെ വന്നു ചോദിച്ചു. മറ്റാളെ കളിക്കണം ആയിസ അവന്റെ കോൺസെൻട്രേഷൻ വരട്ടെ. കളി ഹരത്തിൽ പോലെ അല്ലല്ല അപ്പുറത്ത്